നിന്റെ പേരെന്ന് പറഞ്ഞാട്ടെ. എഡ്വിൻ ടിൻഡിൻ ലിസ്റ്റോ. ബെസ്റ്റ്. അല്ല, എത്ര മക്കള്? ഞാൻ ഒരേ ഒരു മോൻ. പക്ഷെ എന്റെ അച്ഛനും അമ്മയ്ക്ക് 3 മക്കൾ വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ 3 പേരുടെ പേര് ഒറ്റക്കെട്ട് വെച്ചാക്കാണ്. ഇത്തിരി ചായ എടുത്തോണ്ട് വരാമോ? കൊണ്ട് തരാമേ. താണ്ട മോണെന്റെ മോള് രാജി ദീകോന്തനെ നോക്കാൻ വേണ്ടി കെന്റിന്ന് വെള്ളം കോരി കാല് തെറ്റി കെന്റി വീണിട്ടും അവളറിഞ്ഞില്ല. അവസാനം താണ്ട ദിവം വന്ന് രക്ഷിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുവന്നേക്കണേ അവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച്. അതും എനിക്ക് ലാഭമായിരുന്നു. ഞാൻ പോട്ടേന്ന് വെച്ച് അതും പോരാഞ്ഞിട്ട് എന്റെ അധികം ഉറക്കൂല്ലാതെ കഷ്ടപ്പെട്ട് വെടി വെച്ചുണ്ടാക്കിയ സ്ഥലം നിനക്ക് അതും വേണോടാ? എന്റെ പൊന്നു മാമിയെ കേൾക്കണവര് വിചാരിക്കും അങ്ങനെ അതിർത്തിയിൽ വെടിവെച്ചുണ്ടാക്കിയ പൈസക്ക് മേടിച്ച സ്ഥലമാണെന്ന്. അങ്ങനെ ജോലി എന്തിനാണെന്നും കൂടെ പറയാൻ അങ്ങോട്ട്. എന്റെ അധ്യാനം അറിഞ്ഞൂടല്ലേ? വെടിക്കുമാരൻ അങ്ങനെ ആശാനായിരുന്നു. പിന്നെ അങ്ങ് വയ്യാണ്ടായി. എന്നാലും ആശുപത്രി നമ്പർ 10ന്റെ പൈസ എന്നെ കൊണ്ട് കളിപ്പിച്ചിട്ടില്ല. അതെന്ത്? അങ്ങേർക്ക് അസുഖമൊന്നും വന്നിട്ടില്ലേ? എടാ, അങ്ങേർക്ക് ഒരു അസുഖം വന്ന എന്റെ കൈ കൊണ്ടുണ്ടാക്കി ഒറ്റ കൂട്ട് വരുന്ന ഒറ്റ പ്രാവശ്യം കുടിച്ചാൽ മതി, അസുഖം പമ്പ എടുക്കും. കറക്റ്റാണ്, ഒറ്റ പ്രാവശ്യം കുടിച്ചേ ഉള്ളൂ. പക്ഷെ പമ്പയല്ല കടന്നത്, ഗംഗയിലാണ് മാമന്റെ നല്ല ഓർമ്മ. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ കൊടുത്ത മരുന്നൊക്കെ അങ്ങനെ ടച്ചിങ്സ് ആയിട്ടാണ് ഉപയോഗിച്ചത്. പിന്നല്ലേ ഞാൻ അറിഞ്ഞത്. ഞാൻ സത്യം പറയട്ടാ മാമി, ഈ വീട് സ്ഥലം എന്റെ പേരിലെടി തരാന്നല്ലേ? ഒന്ന് പാടൊന്ന്. എടാ, ഞാൻ ചാകാൻ കിടന്ന ഒരു തുള്ളി വെള്ളം എന്റെ മോളുടെ കയ്യിൽ നിട്ടോന്ന് എനിക്ക് തോന്നണില്ല. ഒരു ചായക്ക് പോയതാണ്. എടി രാജി, അമ്മ എന്നെ വിളിച്ചാ? അയ്യോ, ഞാൻ മറന്നുപോയി അമ്മേ. ഞാൻ ഇപ്പൊ ചായ എടുത്തോണ്ട് വരാം. എനിക്ക് നിന്റെ ഒരു ചായ ഇവിടെ, ഒരു തേങ്ങ ഇവിടെ, ഞാൻ എടുത്ത് കുടിച്ചോളാം. ചേട്ടാ, അതെ, അപ്പുറത്തെ രമണി ചേച്ചിയെ കൊറേ ചക്കക്കുരു തന്ന്. എനിക്ക് കൂട്ടാൻ വെക്കാൻ അറിയത്തില്ല. ഞാനത് ചുട്ട് തരട്ടെ? ഇന്നുകൊണ്ട് കിണറ്റിന്റെ പണി ചെയ്യാൻ പറ്റിയ ആഹാരം നിന്റെ തള്ളക്ക് ചുട്ടുപറി. അതാകുമ്പോ അവരോട് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വല്ല മിണ്ടിയും പറഞ്ഞു ഇരിക്കട്ടെ. നിന്റെ വീട്ടിൽ ഈ വെടിയും പുക ഉണ്ടാവണ ആഹാരം അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ലേടി? നിങ്ങൾക്ക് അറിയാമോ, ഇവള് ഒരു ദിവസം പാചകത്തിന് കയറി എന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പുട്ടുണ്ടാക്കി തരാന്ന്. സംഭവം ഞാൻ നോക്കിയപ്പോൾ കുറെ മാവെടുത്ത് നനച്ച്, കുറെ വെള്ളം ഒഴിച്ച് മാവിനെ നനച്ച് പുട്ടുകുറ്റിക്കകത്ത് വെച്ച് കമ്പ് എടുത്ത് ഒരു കഥനം നിറക്കി കണക്ക് ഇടിയോടിടി. എന്നിട്ട് അടുപ്പിനകത്തോട്ട് ചൂളയ്ക്ക് തീ കണക്കിന് തീ വിട്ട് ഈ സാധനം എടുത്ത് അങ്ങ് വെച്ച് ഞാൻ നോക്കിയപ്പോൾ പൂക്കുറ്റി കണക്കൊരു സാധനം പൊങ്ങി എന്റെ നെഞ്ചിന് നേരെ വന്നു. ഞാൻ ജീവനെ കൊണ്ടാണ് വീട്ടിനകത്ത് ഓടി രക്ഷപ്പെട്ടത്. നിന്നെ പുട്ടുണ്ടാക്കാൻ പഠിപ്പിച്ച ആരടി? അതെന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് പുട്ടാണ്? അത് അമ്പലത്തിലെ വെടിക്കുറ്റിയാണടി? നിങ്ങൾ എന്തോ മനുഷ്യായി പറയുന്നേ? എനിക്ക് അന്ന് പാചകം അറിയാൻ വയ്യത്തോണ്ടല്ലയോ? ഇപ്പൊ ഞാൻ എല്ലാം കണ്ടുപഠിച്ചില്ലേ? ശരിയെന്നാ, നമുക്ക് പാചകം അറിഞ്ഞൂടായിരുന്നു. 10 കൊല്ലം കൊണ്ട് ഞാൻ ചെയ്യണ ഓരോ പാചകങ്ങൾ അവള് കണ്ടുപഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് പറയണെന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച് കൊതി തീർന്നിട്ടില്ല. ഇനിയും അവൾക്ക് തുടർന്ന് കണ്ടുപഠിച്ചുകൊണ്ടിരിക്കണമെന്ന്. കഴിക്കാൻ തരുണ്ടടി. ഞാൻ പണി സൈറ്റിലാണെങ്കിൽ ഇപ്പൊ കാപ്പി കുടിക്കാനുള്ള സമയമാണ്. അതിനിത് പണി സൈറ്റ് അല്ലല്ലോ. ഞാൻ സമയത്തിന് കാലത്ത് കഴിച്ചങ്ങ് ശീലിച്ചു പോയി. അതാ കള്ളച്ചോറ് എന്നേ പഠിച്ചു പോയി. കള്ളച്ചോറ്. അത് പോട്ട്. കാപ്പി എന്തിനുണ്ടെന്ന് പറ. പുട്ട്. 8. വീണ്ടും പുട്ടിന്റെ കാര്യം എന്നെ ഓർമ്മപ്പെടുത്തില്ല എന്റെ പൊന്നേ.